ഞങ്ങൾ പൊയ്ക്കോളാം. അത് വേണ്ട. അങ്ങനെ നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. ഞാൻ കൂടെ വരാം. ഇവനെന്തിനാ ഇങ്ങനെ വലിഞ്ഞു കയറി കൂടെ വരുന്നേ? എങ്ങനെയെങ്കിലും ഞാൻ പാതി വഴിയിൽ ഇവരുടെ നേർച്ച മുടക്കാൻ നോക്കുമ്പോ ഇവനും കൂടി വന്ന അതാകെ കുഴപ്പമാവും. എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് ഇവനെ തടയണമല്ലോ. അല്ല, അനൂപ് വരേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ഇവരുടെ കൂടെ പോകുന്നുണ്ടല്ലോ. മോളെ, പറയുന്ന കേൾക്ക്. അനൂപും കൂടി നിങ്ങളുടെ കൂടെ വരും. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കൊരു സമാധാനം വേണ്ടേ? പക്ഷെ കുട്ടിയുടെ കാര്യത്തിനൊരു പ്രശ്നം കൂടിയുണ്ട്. എന്ത് പ്രശ്നം? എനിക്കും കൂടെ വേണ്ടി ജോത്സ്യർ ഇപ്പൊ പൂജ ചെയ്താ പോരെ? പൂജ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. കുട്ടി ഒന്ന് ഓർക്കണം, വാശിയല്ല ഭക്തിയാണ് വേണ്ടത്. ഇവിടെ പൂജ ചെയ്യണമെങ്കിൽ കുട്ടിയുടെ ഭർത്താവും കൂടി ഒപ്പം വന്നിരിക്കണം. നിങ്ങൾ രണ്ടുപേരെയും കൂടി ഇരുത്തി മാത്രമേ പൂജ ചെയ്യാൻ സാധിക്കൂ. എവിടെ കുട്ടിയുടെ ഭർത്താവ്? ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. ഇനി നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റുള്ളൂ. നന്ദേട്ടനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ആര്? ആ ജോത്സ്യൻ. എന്തിന്? അർച്ചനയ്ക്കും സച്ചിക്കും വേണ്ടിയല്ലേ പൂജ നടത്തുന്നത്? അവിടെ ഞാനെന്തിനാ? ആ പൂജ നമുക്കൂടെ വേണ്ടിയാ. നമുക്കൂടി വേണ്ടിയോ? അങ്ങനൊരു പൂജ നടത്താൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ആരും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ അർച്ചനയും സച്ചിയും കൂടെ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി ഒരു നേർച്ച നടത്താൻ പോകുന്നു. ഏതോ മലയിലെ ക്ഷേത്രത്തില്. അവിടേക്ക് ഞാനും പോകുന്നുണ്ട്. എൻ്റെ കൂടെ നന്ദേട്ടനും വരണം. നമ്മൾ ഒരുമിച്ച് ആ പൂജാരിയുടെ മുന്നിൽ ചെന്നിരുന്നാൽ മാത്രമേ നമുക്ക് വേണ്ടി പൂജ നടത്താൻ പറ്റൂ. നമുക്ക് വേണ്ടി പൂജ മുറിച്ച് കളയാൻ തീരുമാനിച്ചത് വീണ്ടും ഓപ്പറേറ്റ് ചെയ്ത് ചേർത്ത് വെക്കേണ്ട കാര്യമില്ല. ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാ. നിന്റെ മറുപടി എന്തായാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഇനി മുന്നോട്ട് പോകൂ. നിങ്ങൾ എങ്ങനെ വേണേലും പൊക്കോ. പക്ഷേ ഇപ്പൊ എൻ്റെ കൂടെ അവിടെ വരെ ഒന്ന് വന്നേ പറ്റൂ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വന്നേ പറ്റൂ. വാ. കൈവിട്ടെ. വിടാൻ. ദേ, എതിർക്കാൻ നിൽക്കണ്ട. ഞാൻ ഇവിടുന്ന് ഇപ്പോ തനിച്ച് പുറത്തേക്ക് പോയാ പിന്നെ വിളിക്കാൻ വരുന്ന അച്ഛനായിരിക്കും. മര്യാദയ്ക്ക് വരാനാ പറഞ്ഞ. വാ നന്ദേട്ടാ, വാ വാ. ആ നന്ദ, നീയും അവന്തിയെയും കൂടെ ഈ പൂജയിൽ പങ്കെടുക്കണം. അതെന്തിനാ ഞാൻ പങ്കെടുക്കുന്നത്? സച്ചിക്കും അർച്ചനയ്ക്കും വേണ്ടിയല്ലേ പൂജ നടത്തുന്നത്. അവരല്ലേ ക്ഷേത്രത്തിൽ നേർച്ചയും വഴിപാടും കഴിക്കാൻ പോകുന്നത്. അവര് മാത്രമല്ല പോകുന്നേ, നമ്മൾ രണ്ടും കൂടെ പോകുന്നുണ്ട്. നമ്മളോ? ഞാനൊരു പൂജയ്ക്കും വഴിപാടിനും എങ്ങോട്ടും വരുന്നില്ല. എന്നെ ആരും ഇതിൽ പ്രതീക്ഷിക്കുകയും വേണ്ട. അത് പറ്റില്ല. നീയും ഇവരുടെ കൂടെ പോയേ പറ്റൂ. പൂജയ്ക്ക് സമയമായി. രണ്ടുപേരും ഇങ്ങോട്ടിരിക്കൂ. ആ, നീയും അങ്ങോട്ടിരിക്കേ. ആദ്യം പൂജ നടക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇരിക്കേ. വാ നന്ദേട്ടാ.
രണ്ടുപേരും മനസ്സിൽ നല്ലതുപോലെ സത്സന്താനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിക്കേ? അർച്ചനെ, നീ ആ മല കയറി വഴിപാട് നടത്തി അനുഗ്രഹം വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നേക്കാൾ മുമ്പേ ഞാൻ അവിടെ എത്തും, ആ പൂജയിൽ പങ്കെടുക്കും. നിനക്ക് പകരം ആ അനുഗ്രഹം ഞാൻ നേടും. എന്ത് വില കൊടുത്തും നീ അവിടെ എത്തുന്നത് ഞാൻ തടഞ്ഞിരിക്കും. ദൈവമേ, അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നിരുന്നത്. അല്ലാതെ ഇവളുടെ കൂടെ മല കയറാനുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ല. എന്നോട് ക്ഷമിക്കണേ. നമ്മൾ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചാലും എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയാലും നിയോഗമുള്ളവർക്ക് മാത്രമേ ആ പൂജയിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിക്കൂ. രണ്ടുപേരും മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റുള്ളൂ. ഹലോ, മൂർത്തി എവിടെയാ? ഞാനിവിടെ ഒരാവശ്യത്തിന് വന്നതാ. ഒരാളെ കാണാനുണ്ട്. എനിക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം പറയാനുണ്ട്. പറയും. ഒരു കാരണവശാലും അർച്ചന മല കയറി പൂജയും വഴിപാടും നടത്തരുത്. മലമുകളിലുള്ള ആ ക്ഷേത്രത്തെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് ആ മല കയറുന്നത് വളരെ പ്രയാസമാണ്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ അവർക്ക് ആ മല കയറി പൂജ നടത്തി പോരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മണ്ടത്തരം പറയാതെ മൂർത്തി, വല്ലാത്തൊരു ഭാഗ്യമുള്ള ജാതകം അവളുടേത്. ഏത് പ്രതിസന്ധിയിലും അവളെ പിടിച്ചു കയറ്റാൻ ആരെങ്കിലും വരും. തോൽവിയുടെ ഏറ്റവും അവസാന നിമിഷം ജയിക്കാനുള്ളൊരു കച്ചിത്തുരുമ്പ് അവൾക്ക് കിട്ടും. അതിൽ പിടിച്ച് അവൾ കയറുകയും ചെയ്യും. അതിവിടെ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ കയ്യിലൊരു ടീമുണ്ട്. ഒരു തമിഴൻ. ഒരു കേസിൽ പ്രതിയായി ജയിലിൽ നിന്ന് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. രത്നവേൽ പാണ്ഡ്യൻ. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ഈ പണി അവനെ ഏൽപ്പിക്കുന്നതാ നല്ലത്. അങ്ങനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മൂർത്തി മാറി നിൽക്കാൻ പറ്റില്ല. അവൻ്റെ കൂടെ നിന്ന് ഉറപ്പുവരുത്തണം. അവൾ ഒരിക്കലും ആ മല കയറാൻ പാടില്ല. അതേസമയം എനിക്ക് ആ മല കയറുകയും വേണം. വഴിപാടുകളും പൂജയും എല്ലാം നടത്തണം. അവൾക്ക് കിട്ടാത്ത സൗഭാഗ്യം എനിക്ക് കിട്ടണം. അവന്തിക അങ്ങനെ തീരുമാനിച്ചെങ്കിൽ പിന്നെ ബാക്കി കാര്യം ഞാനേറ്റു. ഇപ്പോൾ തന്നെ രത്നവേൽ പാണ്ഡ്യനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഞാൻ ഏർപ്പാടാക്കിക്കൊള്ളാം. എന്നിട്ട് ഞാൻ വിളിക്കാം. ശരി. ഹലോ പാണ്ഡ്യൻ, ഇത് ഞാനാ, മൂർത്തി.
നീ ഫോണിൽ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അവന്തികെ, നീ ഇത് ചെയ്യരുത്. നീയും കൂടി പോകുന്ന യാത്രയാണ്. ആ യാത്രയിൽ നീ തന്നെ ഒരു തടസ്സം ഉണ്ടാക്കരുത്. നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വീട്ടിത്തരമാണ് നീ കാണിക്കുന്നത്. ജീവിതത്തിൽ അപൂർവമായി മാത്രം കിട്ടുന്നൊരു അവസരമാണിത്. ഇത് പോസിറ്റീവായി ഉപയോഗിച്ചാൽ നിന്റെ ലൈഫ് തന്നെ മാറും. എന്റെ ലൈഫ് എന്നെ മാറിയതാ. എന്നെ ചതിച്ച് നീ പോയത് തൊട്ട് ഇപ്പൊ ശരിയായ ദിശയില എന്റെ ലൈഫ് പോകുന്നേ. അർച്ചനയും സച്ചേട്ടനും ആ മല കയറി പൂജ നടത്താൻ പോകുന്നത് അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയാ. നിനക്കൊരു കുഞ്ഞിനെ വേണമെന്നാണല്ലോ ഇപ്പൊ നിന്റെ ആഗ്രഹം. ആത്മാർത്ഥമായി ആ മല കയറി വഴിപാടുകൾ കഴിച്ചാൽ, അവിടുത്തെ പൂജകളിൽ പങ്കെടുത്താൽ നിനക്കൊരു കുഞ്ഞുണ്ടാവും. നന്ദേട്ടനും നിനക്കും തമ്മിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തരും. അതിന് കിട്ടി ഈ അവസരത്തെ നീ പുറങ്കാല് കൊണ്ട് ചവിട്ടി എറിയരുത്. അങ്ങനെ എല്ലായിടത്തും അവള് മാത്രം ജയിക്കുന്നത് ശരിയല്ലല്ലോ. ഇടയ്ക്കെപ്പോഴെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ? ഇത് ജയത്തിന്റെയും പരാജയത്തിന്റെയും ഒന്നും പ്രശ്നമല്ല. വാശിയും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് പോകേണ്ട സ്ഥലവുമല്ല. പ്രാർത്ഥനയാണ് മനസ്സിൽ വേണ്ടത്, വൈരാഗ്യമല്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ദുഷ്ട മനസ്സ് നീ കളയണം. എന്നിട്ട് ജീവിതത്തിൽ നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മല കയറ്. എനിക്കത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ. നീയും ഇപ്പൊ എന്റെ ശത്രുപക്ഷത്താണല്ലോ. അപ്പൊ പിന്നെ നീ ഇങ്ങനെ തന്നെ സംസാരിക്കൂ. അല്ല, നിനക്ക് വേറെന്തേലും പറയാനുണ്ടോ? എനിക്ക് നിന്നോട് വേറൊന്നും പറയാനില്ല. ആ, അവരുടെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കരുത്. കൂടെ നിന്നത് മുടക്കാൻ ശ്രമിക്കരുത്. അർച്ചന പറഞ്ഞിട്ടാണോ നീ റെക്കമെൻഡേഷനുമായിട്ട് എൻ്റെ അടുത്ത് വന്നത്? എന്നാ കേട്ടോ, അവൾ ഈ മല കയറി പൂജകളൊന്നും ചെയ്യില്ല. അത് മുടക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ അവളുടെ കൂടെ പോവാൻ തീരുമാനിച്ചത് തന്നെ എങ്ങനെയെങ്കിലും അത് മുടക്കാനാ. കഴിയുമെങ്കിൽ നീ എന്നെ സഹായിക്കാൻ നോക്ക്. എന്തിനും ഏതിനും നിന്റെ വാക്ക് കേട്ട് എടുത്തു ചാടിയിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അത് അവസാനിപ്പിച്ചതോടുകൂടി എന്റെ തലയ്ക്ക് വെളിച്ചം കിട്ടി. ഞാനിപ്പോ ഒരു കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നത് അതുകൊണ്ടാ. നിന്റെ സന്തോഷമൊക്കെ എത്ര കാലം കാണുമെന്ന് നമുക്ക് കണ്ടറിയാം. ഒരു കാര്യം ഞാൻ പറയാം. സച്ചിയേട്ടൻ്റെയും അർച്ചനയുടെയും യാത്ര മുടക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ അവർക്കൊപ്പം തന്നെ നിൽക്കും. എന്ത് വില കൊടുത്തും ഞാൻ അവരെ സഹായിക്കും. ഹാ, നീ എന്നെ വെല്ലുവിളിക്കാണോ? അതിനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ? തെറ്റ് തിരുത്തി ഒരു നല്ല ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാൻ ഞാൻ. ഈ കുടുംബവും ഇവിടെ ഉള്ളവരും ഇപ്പൊ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർക്കെതിരെ നീ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും എനിക്ക് തടയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി മരിച്ചു വീഴാനായിരിക്കും നിന്റെ വിധി. എന്നെ എതിർത്ത് അവരെ ആ മല കയറ്റാൻ പറ്റുമെന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്ത് ചെയ്തിട്ടായാലും അർച്ചന മല കയറിയ പൂജ ചെയ്യുന്ന ഞാൻ തടഞ്ഞിരിക്കും. നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. സച്ചിയേട്ടനും അർച്ചനയും ആ മല കയറി പൂജ ചെയ്തിരിക്കും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അത് ശരി. അപ്പൊ ഇവൻ നന്നായി എന്ന് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അവന്റെ കെട്ടിയോടൊപ്പം ചേർന്ന് അച്ചുചേച്ചിയും സച്ചേട്ടനും പൂജ നടത്തുന്നത് തടയാനാ ഇവർ ശ്രമിക്കുന്നത്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇത് ചോദിച്ചേ പറ്റൂ.
നെല്ലിശ്ശേരിയിലെ മരുമകനായി ഈ വീടിനകത്ത് കയറിയപ്പോഴെങ്കിലും ധനുഷ് നന്നാവുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ധനുഷ് പഴയതിൽ നിന്നും ഒട്ടും മാറിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം പ്ലീസ്. മല കയറി വഴിപാട് നടത്തുന്നതിനെക്കുറിച്ച് ഞാനും അവന്തിക സംസാരിച്ചു എന്നുള്ളത് ശരിയാ. ഒരുപക്ഷെ അവന്തിക സംസാരിച്ചത് ആതിര കേട്ട് കാണും. എന്നാൽ ഞാൻ അവന്തികയോട് സംസാരിച്ചത് ആതിര കേട്ടിട്ടില്ല. എത്രയോ നാളുകളായി എന്റെ ചേച്ചി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. അവർക്ക് ദൈവം നൽകിയ ഒരു അവസരമായത്. അത് മുടക്കാൻ ദൈവം ധനുഷ് കൂട്ടു നിൽക്കരുത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അർച്ചന എനിക്കും സ്നേഹിക്കും ഇപ്പൊ ദൈവത്തെ പോലെയാ. പറച്ചിലൊന്നും പ്രവൃത്തി മറ്റൊന്നും. ഇങ്ങനെ കള്ളം പറയരുത് ധനുഷ്. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അർച്ചനയും സച്ചേട്ടനും ആ മല കയറി അവിടുത്തെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയിരിക്കും. അപ്പൊ പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് ധനുഷിന് ഉറപ്പാ അല്ലേ? ഉണ്ടാകും. അവന്തികയുടെ സ്വഭാവം അറിയാലോ. അർച്ചനയ്ക്ക് ഉടൻ കുഞ്ഞുണ്ടാകുമെന്ന് അറിഞ്ഞതോടുകൂടി അവന്തികയ്ക്ക് അസൂയ മൂത്തു നിൽക്കുക. അതുകൊണ്ടാണ് അവന്തികയും കൂടി മല കയറാൻ തീരുമാനിച്ചത്. അതെനിക്ക് മനസ്സിലായി. അതില് ധനുഷിന്റെ റോൾ എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ തൽക്കാലം നമ്മൾ രണ്ടും മാത്രമേ അറിയാൻ പാടുള്ളൂ. അവര് മല കയറി തിരിച്ചിറങ്ങി വരുന്നതുവരെ ഇക്കാര്യം ആതിര ആരോടും പറയരുത്. കാരണം ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നതിനിടയിൽ ഈ വീട്ടിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല. ആ വാക്ക് ആതിര എനിക്ക് തരണം. ഞാൻ വാക്ക് എന്നിട്ട് എന്തിനാ? പറയാം. അർച്ചനയും സച്ചേട്ടനും മല കയറി വഴിപാടുകൾ നടത്തുന്നതിനിടയിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ചിലപ്പോ അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാ അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. ഒരു കുഴപ്പവും കൂടാതെ അവർ വഴിപാടുകൾ നടത്തി മലയിറങ്ങി തിരികെ വരും. ഇതെന്റെ വാക്കാ. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടുപോയതുകൊണ്ട് ധനുഷ് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതല്ലാന്ന് ആര് കണ്ടു? വിശ്വസിക്കണം. ആതിരയ്ക്കറിയാലോ, സ്നേഹ ഇപ്പൊ ഗർഭിണിയാ. ആ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കാൻ ഞാനും അവളും. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും പ്രതീക്ഷയുമാണ് വരാൻ പോകുന്ന ആ കുഞ്ഞ്. അതിനെ സാക്ഷിയാക്കി ഞാൻ പറയാ, സച്ചിയേട്ടന്റെയും അർച്ചനയുടെയും യാത്രക്കിടയിൽ ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും വിജയിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിന് ധനുഷ് മല കയറാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ അവിടെ നടക്കുന്നത് ധനുഷ് എങ്ങനെ അറിയാനാ? അതൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ദയവ് ചെയ്ത് ഇക്കാര്യം ആതിര മറ്റൊരാളോടും പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. ധനുഷ് പറയുന്നത് ശരിയായിരിക്കോ? എന്തായാലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യം ചേർത്ത് വെച്ച് പറഞ്ഞല്ലേ, അപ്പൊ പിന്നെ അത് സത്യമായിരിക്കും. രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ മാത്രം എടുത്താൽ മതി. മല കയറുമ്പോഴേ അധികം ഭാരമൊന്നും എടുക്കണ്ട. സച്ചേട്ടാ, അവന്തിയേട്ടത്തിയുടെ കൂടെ നന്ദേട്ടൻ വരുന്നുണ്ടോ? ആ, എനിക്ക് ഒരു ഉറപ്പുമില്ല. പിടിച്ചു വലിച്ചുകൊണ്ട് ഇരുത്തിയോണ്ട് പൂജിക്കിരുന്നു. അല്ലാതെ നന്ദേട്ടൻ അതിലൊരു ആത്മാർത്ഥത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ചു, പാക്കിങ് എന്തോരെ കഴിഞ്ഞില്ലേ മക്കളെ? അങ്ങനെ അധികം പാക്ക് ചെയ്യാനൊന്നുമില്ലമ്മേ. 2 ജോഡി ഡ്രസ്സുകൾ എടുക്കണം, അത്രേ ഉള്ളൂ. ആ മലമുകളിൽ താമസിക്കാൻ
എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് പോലും അറിയില്ല. ദൈവങ്ങളുടെ അനുഗ്രഹം തേടിയുള്ള യാത്രയല്ലേ, കിട്ടുന്ന സൗകര്യത്തിലൊക്കെ താമസിക്കണം. ആ മോളെ ദാ ഇത് അലമാര കൊണ്ട് വെച്ചേക്ക്. അമ്പലത്തിൽ പോയിട്ട് വന്ന ശേഷം രാവിലെയും വൈകിട്ടും ഇത് സേവിക്കണം. ഇത് എന്താ? ആ ഇത് നമ്മുടെ അമ്പലത്തിലെ തിരുമേനി പൂജിച്ച് തന്ന നെയ്യാ. അമ്മയ്ക്ക് വഴിപാട് നേർച്ച ഒഴിഞ്ഞ സമയമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ പിന്നെ വേറെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ?